ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച യാതനകളെപ്പറ്റി, പീഡനങ്ങളെപ്പറ്റി നമ്മളൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. റോമ കൈസറന്മാരും അവരുടെ പിണിയാളുകളും എത്രമാത്രം ആദിമ ക്രിസ്ത്യാനികളെ വെറുത്തു, പീഡിപ്പിച്ചു എന്നുള്ളതിന് ഒരു കണക്കും ഒരു പക്ഷേയില്ല. നീറോ ചക്രവർത്തി അതിനിഷ്ഠൂരമായി ക്രൈസ്തവരെ പീഡിപ്പിച്ചു. AD 64 there was a great fire of Rome. റോമിലെ അതിഭയങ്കരമായ അഗ്നിബാധ. ആദിമ ക്രൈസ്തവർക്ക് അതിലൊരു റോളും ഇല്ലായിരുന്നു. പക്ഷേ റോമിന് തീയിട്ടത് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു പരത്തി അതിൻ്റെ പേരിൽ അവരെ അതിക്രൂരമായി പീഡിപ്പിച്ചു നീറോ ചക്രവർത്തി. അദ്ദേഹത്തെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. റോം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുകയായിരുന്നു ചക്രവർത്തി എന്ന്. പിന്നീട് വന്ന കൈസറന്മാരുമൊക്കെ ഈ പീഡകൾ തുടർന്നു. റോമിൽ ഒരു പ്രാചീന മതമുണ്ട്. ബിംബാരാധനയും മൃഗബലിയും ഒക്കെയുള്ള ഒരു പ്രാചീന മതം. ആ മതത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ക്രൈസ്തവ മതം ഒരു വെല്ലുവിളിയാകും എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ നിഷ്ഠൂരമായി ക്രൈസ്തവ മതത്തെ അടിച്ചമർത്താനായിട്ട് നോക്കിയത്. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്തോളം ഇത് തുടർന്നു. AD 305 അദ്ദേഹത്തിന്റെ ഭരണം, ഡയോക്ലിഷ്യന്റെ ഭരണം അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികൾ അനുഭവിച്ച യാതനകൾക്ക് കയ്യും കണക്കുമില്ല. രാത്രിയാമങ്ങളിലാണ് അവര് ആരാധിച്ചിരുന്നത്. ഒളിയിടങ്ങളിലാണ് അപ്പം നുറുക്കിയത്. 3 നൂറ്റാണ്ടുകളിലേറെ നീണ്ട അടിച്ചമർത്തലും പീഡനവും ഒത്തിരി രക്തസാക്ഷികളെ സഭയ്ക്ക് സംഭാവന ചെയ്തു. സിംഹങ്ങളെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടിട്ട് അവയുടെ ഗുഹകളിലേക്ക് എറിഞ്ഞുകൊടുത്തു ആദിമ ക്രൈസ്തവരെ. ജീവനോടെ ചിലരെയെല്ലാം തോലുരിഞ്ഞു കൊന്നു. Some were put in boiling cauldrons of oil. വറുത്തെടുത്തു ജീവനുള്ള ക്രിസ്ത്യാനികളെ തിളയ്ക്കുന്ന എണ്ണയിൽ. The blood of the martyrs was the seed of the church. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയ്ക്ക് വിത്തും വളവുമായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വലിയ മാറ്റമുണ്ടായതിനെ പറ്റി നമുക്കറിയാം. കുസ്തന്തീനോസ് ചക്രവർത്തി ശത്രു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആകാശത്ത് സ്ലീബ അടയാളം കണ്ടു. ഒരശരീരി കേട്ടു, ഇതിനാലേ നീ ജയിക്കും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാവ് ഹേലേനി രാജ്ഞിയുമൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ചു. യുദ്ധത്തിൽ പട്ടാളക്കാരുടെ യൂണിഫോമുകളിലെല്ലാം കുരിശടയാളം തയ്ച്ചു പിടിപ്പിച്ചു. ഏറ്റവും മുന്നിൽ ബാനറിൽ കുരിശടയാളം വഹിച്ച് യുദ്ധത്തിനിറങ്ങിയ അദ്ദേഹത്തിന് വലിയ ഒരു വിജയമാണ് വരവേറ്റത്. അതിൽ പിന്നെ അദ്ദേഹം ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, ക്രിസ്തുമതത്തിന് മാത്രമല്ല, AD 313 മിലാൻ പ്രഖ്യാപനം, റോമാ സാമ്രാജ്യത്തിൽ ഏതു മതവും സ്വീകരിക്കാനും ആരാധിക്കാനുമൊക്കെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള മിലാൻ പ്രഖ്യാപനമുളവായി. അതേ തുടർന്ന്
ഏറെ പള്ളികളും സ്ഥാപനങ്ങളുമൊക്കെ തല ഉയർത്തി വന്നു. അങ്ങനെ 3.5 നൂറ്റാണ്ട് നീണ്ട പീഡകളുടെ കാലം കഴിഞ്ഞു. ക്രൈസ്തവ മതം അതിൻ്റെ ചരിത്രത്തിലെ സുമോഹന നാളുകളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അപ്പോ മറ്റൊരു കാര്യം സംഭവിച്ചു. ഡിക്കേഡൻസ്, ജീർണത. അതുവരെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് രാത്രിയാമങ്ങളിൽ ആരാധിച്ച് ഒളിയിടങ്ങളിൽ അപ്പം നുറുക്കി ജീവിച്ച ക്രൈസ്തവർ പെട്ടെന്ന് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ മതിമയങ്ങി. അവരൊക്കെ സുഖലോലുപതയിലേക്ക് വഴുതി വീണു. പഴയ തീഷ്ണതയെല്ലാം പോയി. അപ്പോ അതിന് മറുമരുന്നായിട്ട് പിതാക്കന്മാര് കണ്ടെത്തിയ ഒരു മാധ്യമമാണ് ഉപവാസവും നോമ്പുമൊക്കെ. AD 325 നിഖ്യ സുന്നഹദോസിന്റെ കാലമൊക്കെ ആയപ്പോ നോയമ്പ് അത് ആകെ വ്യാപകമായി നോയമ്പിനെ പറ്റിയും ഉപവാസത്തിനെ പറ്റിയുമൊക്കെ സിനഡിൽ പരാമർശമുണ്ടായി. കുറെ കൂടി കഴിഞ്ഞപ്പോ മരുഭൂ പ്രസ്ഥാനം, മരുഭൂവിൽ ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് ഡെസേർട്ട് മദേഴ്സ്, അവരൊക്കെ പ്രാർത്ഥനാഭരിതമായ ജീവിതങ്ങൾ നയിച്ചു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ശമവോൻ ദസ്തുനിയെ പറ്റി. അതുപോലുള്ള പിതാക്കന്മാര് ഈജിപ്തിലെ മണലാരണ്യങ്ങളിൽ തപസ് ചെയ്തു കൊടും വെയിലിൽ. സെന്റ് സിമിയോൺ സ്റ്റൈലൈറ്റ്സ്, മാർ ശമവോൻ ദസ്തുനി, അദ്ദേഹം ഒരു 10 അടിയിലേറെ ഉയരമുള്ള തൂണിന്റെ മുകളിലിരുന്ന് 36-37 വർഷം തപസ് ചെയ്തു. പ്രാർത്ഥനയൊന്നേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരിൽ ഒരാളായിട്ട് എന്നെയും കൂടി സ്വീകരിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങോട്ടും പോകാതെ 10-12 അടി ഉയരമുള്ള തൂണിന്റെ കുടുന്തയിൽ 36-37 വർഷം അദ്ദേഹം കൊടും തപസ് ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്? ആരെങ്കിലുമൊക്കെ ഉണക്കമുന്തിരിങ്ങയോ ഉണങ്ങിയ അത്തിപ്പഴമോ ഈത്തപ്പഴമോ ഒക്കെ മുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഒന്ന് ചവച്ച് താഴേക്ക് തുപ്പും. കർത്താവിന് പുളിവീഞ്ഞു കൊടുത്തതുപോലെ ആരെങ്കിലും ഒരു തണ്ടിന്മേൽ ഒന്ന് കുടിക്കാൻ കൊടുത്താൽ ഒരു ഇറക്ക് വെള്ളമോ പാനീയങ്ങളോ കുടിക്കും. ആ പൊരുവെയിലത്തിരുന്ന് തപസ് ചെയ്തു മാർ ശമവോൻ ദസ്തുനി. ഡയറ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അന്തോണിയോസ് മരിക്കാറായപ്പോഴേക്കും ആയിരക്കണക്കിനായിരുന്നു മരുഭൂ പിതാക്കന്മാർ സഭയിൽ ഉണ്ടായത്. അവരൊക്കെ കാട്ടിത്തന്ന വഴിയിലൂടെ പീഡകളൊക്കെ പോയെങ്കിൽ സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും ഉള്ളിൽ നിന്ന് പീഡിപ്പിച്ചുകൊണ്ട് നോയമ്പിലും നമസ്കാരത്തിലും കൂടെ മുന്നോട്ട് പോകുന്ന ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നത് ഈ 4-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് പലപ്പോഴും, എന്താണ് നോയമ്പ്? നോയമ്പെന്ന് പറഞ്ഞാൽ ചില അവോയ്ഡൻസസ്, ചില വർജനങ്ങൾ. പ്രത്യേകിച്ച് വെജിറ്റേറിയനിസമാണ് നോയമ്പെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വെറും വർജനങ്ങൾ മാത്രമല്ല, ഭക്ഷണപാനീയ ഇമ്പങ്ങളും ഇന്ദ്രിയ സുഖങ്ങളും വർജിച്ചത് കൊണ്ട് മാത്രം നോയമ്പാകുന്നില്ല. ആർജനങ്ങൾ, അവോയ്ഡൻസസ് മാത്രമല്ല, ആക്വീസിഷൻസ്,
ആർജനങ്ങൾ കൂടി ഉണ്ടാവണം. പുണ്യപ്രവർത്തികളിലൂടെ നമ്മൾ സഹോദരങ്ങളെ, നമ്മളെക്കാൾ ഭാഗ്യഹീനരായ സഹോദരങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ല നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേ നോയമ്പ് സാർത്ഥകമാകുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. വെറും മത്സ്യമാംസാദികൾ, പാലുൽപ്പന്നങ്ങൾ വർജിക്കുകയല്ല നോയമ്പ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വർജിക്കണം. ഈ ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നത് എനിക്ക് പിതൃതുല്യനായിരുന്ന വന്യ PC യോഹന്നാൻ റമ്പാച്ചനാണ്, പാമ്പാടി റമ്പാച്ചൻ. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്തും അകലെയുമൊക്കെ ഏറെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കലൊരു വീട്ടിൽ വൈകുന്നേരം ചെന്നപ്പോൾ, നോയമ്പ് കാലമാണ്, അവരൽപ്പം പാൽപ്പായസം കൊണ്ട് തന്നു. ഞാൻ വാങ്ങിച്ചു കുടിച്ചു. റമ്പാച്ചൻ നിരസിച്ചു. റമ്പാച്ചന് പാമ്പാടി തിരുമേനിയുടെ കൂടെ നടന്ന കാലം മുതലുള്ള ഒരു വലിയ താല്പര്യമാണ് മധുരത്തിനോടുള്ള താല്പര്യം. അദ്ദേഹം നിഷേധിച്ചു. അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ റമ്പാച്ചനോട് ചോദിച്ചു, റമ്പാച്ച, പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചുകൂടായിരുന്നോ? റമ്പാച്ചന് മധുരമൊക്കെ വലിയ ഇഷ്ടമല്ലേ? അദ്ദേഹം പറഞ്ഞു, നോയമ്പിൽ വർജിക്കേണ്ടത് ഇറച്ചിയും മീനുമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ വിഭവങ്ങളാണ്. എനിക്ക് ഏറ്റവും പ്രിയം മധുരപലഹാരങ്ങളോടാണ്, അതുകൊണ്ടാണ് വർജിച്ചത്. പ്രിയപ്പെട്ടവരെ, വർജനങ്ങൾ മാത്രമല്ല, ആർജനങ്ങൾ കൂടി നമ്മുടെ നോയമ്പിൻ്റെ മുഖമുദ്രയാവട്ടെ. നോയമ്പിൻ്റെ നാളുകളിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ഞായറാഴ്ചയും വിശുദ്ധ എവൻഗേലിയോനിൽ കർത്താവിൻ്റെ വിവിധ അത്ഭുതങ്ങളെപ്പറ്റി നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പല രീതിയിൽ ഉള്ള അടയാളങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ഹീലിംഗ്, രോഗസൗഖ്യം; എക്സോർസിസം, ഭൂതങ്ങളെ പുറത്താക്കൽ; നേച്ചർ മിറക്കിൾസ്, കാറ്റിനെയും കടലിനെയും അടക്കിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും; റിസറക്ഷൻ, വിധവയുടെ മകനെ ഉയർപ്പിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു; വെള്ളം വീഞ്ഞാക്കി; 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു യേശു കർത്താവ് തൻ്റെ പരസ്യ പ്രവർത്തന കാലത്ത്. അങ്ങനെ ഉള്ള ഒരു അത്ഭുതമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദെക്കപ്പോലീസിനടുത്ത് ഗലീല കടൽ തീരത്ത് വിക്കനായ ചെകിടനെ സൗഖ്യമാക്കുന്ന അനുഭവം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 34-ാം വാക്യം പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വിക്കനായ ചെകിടൻ. ഇംഗ്ലീഷിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, he was deaf and had an impediment in his speech. 42 കൊല്ലം ഭാഷയും സാഹിത്യവും പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. സാധാരണ കുട്ടികളോട് ചോദിക്കും, ലാംഗ്വേജ് സ്കിൽസ് പഠിപ്പിക്കുമ്പോൾ ഏതാണ് ആദ്യത്തെ ലാംഗ്വേജ് സ്കില്ലെന്ന്. പലരും പറയുന്നത് സ്പീക്കിംഗ് ആണെന്നാണ്. അത് തെറ്റാണ്. ലിസണിംഗ് ആണ് ആദ്യത്തെ ലാംഗ്വേജ് സ്കിൽ. അതിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ സ്പീക്കിങ്ങിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ വിക്കനായി പോയത്?
ഇയാൾ ചെകിടനായിരുന്നു. മറ്റുള്ളവരെ കൃത്യമായി സംസാരിക്കുന്നത് അതിൻ്റെ ഗൈഡൻസസ് ഒന്നും അവൻ്റെ ചെവിയിലെത്തുന്നില്ല. അതുകൊണ്ടാണ് അവന് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നത്. പലപ്പോഴും സ്പീച്ച് തെറാപ്പിക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആദ്യം കറക്റ്റ് ചെയ്യുന്നത് അവരുടെ ലിസണിങ് സ്കില്ലാണ്, അവരുടെ ഹിയറിംഗ് ആണ്. അപ്പോൾ ഇയാള് ബധിരനായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും വേണ്ട പോലെ കേട്ടിട്ടില്ല. അതുകൊണ്ട് സുവ്യക്തമായിട്ട് സംസാരിക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, വിക്കനായ ചെകിടൻ, അയാളെ ഏതാനും ആളുകൾ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വിക്ക്, സ്റ്റാമറിങ്, നമുക്കറിയാം നമ്മുടെ ആത്മവിശ്വാസം മുഴുവൻ കെടുത്തു. ഇന്നത്തെ ലോക ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇംഗ്ലീഷിലാകട്ടെ, മലയാളത്തിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, ഏത് ഭാഷയിലുമാകട്ടെ, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് ശക്തമായി പങ്കുവയ്ക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ജീവിതായോധനത്തിൽ നിന്ന് വിജയം നേടാൻ കഴിയൂ. അപ്പോ ഇയാള് വളരെയധികം വിഷണ്ണനായിരുന്നു, നൈരാശ്യം അനുഭവിക്കുന്നവനായിരുന്നു. അവനെ അവർ കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആരാണ് ഈ അവർ? കുറെ നല്ല മനുഷ്യർ. ഇവന്റെ ദൈന്യത കണ്ടിട്ട് കർത്താവ് ആ നാളുകളിൽ അവിടെയൊക്കെ വിവിധങ്ങളായ ഹീലിംഗ് മിഷൻസ്, രോഗശാന്തി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. വല്ലതുമൊന്ന് പ്രവർത്തിക്കട്ടെ, ഇവന് സൗഖ്യം ലഭിക്കട്ടെ, ഇവന്റെ ദൈന്യത മാറട്ടെ എന്ന് വിചാരിച്ച് ആരൊക്കെയോ നല്ല ചില ആളുകൾ അവരാണ് കൊണ്ടുവരുന്നത്. അവരുടെ പേരൊന്നും ബൈബിളിൽ പറയുന്നില്ല. പക്ഷവാതക്കാരനെ പുരയുടെ മേൽത്തട്ടൊക്കെ പൊളിച്ച് താഴേക്കിറക്കി കൊണ്ടുവന്ന് സൗഖ്യം വാങ്ങിച്ച ആ ആളുകളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. ആരാണ് കൊണ്ടുവന്നത്? അവരുടെ പേരും നാളും ഒന്നും ബൈബിള് പറയുന്നില്ല. നല്ല മനുഷ്യർ എന്നും എവിടെയുമുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ. ഈയിടെ എൻ്റെ തൊട്ടടുത്ത് 22 വയസ്സുള്ള ഒരു പയ്യൻ വർക്ക്ഷോപ്പിൽ പണിയുന്നവനാണ്. ചുറുചുറുക്കോടെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. അത്യാവശ്യം ഡ്രൈവിങ്ങിനുമൊക്കെ പോകും, കുടുംബം പുലർത്തും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു സഹായം, പാവപ്പെട്ട ആളുകൾ. ഈ അടുത്തൊരു കാലത്ത് അവൻ്റെ ക്രിയാറ്റിനിൻ ലെവൽ വളരെയധികം വർദ്ധിച്ചു. 7 or 8 ഒക്കെ ആയി. മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ എബ്രഹാമും കൂടെയുള്ള സഹപ്രവർത്തകരുമൊക്കെ നോക്കി. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവൻ്റെ 2 വൃക്കയും അടിച്ചുപോയി, വൃക്ക മാറ്റി വയ്ക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. നിങ്ങൾക്കൊരു പക്ഷേ അറിയാം, വൃക്ക മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വരുന്ന ചെലവ്. മെഡിക്കൽ കോളേജിനോടടുത്ത് നമുക്കൊരു സ്ഥാപനമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് നമുക്കൊരു നല്ല ചാപ്പലുണ്ട്, മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ. അതിൻ്റെ മുറ്റത്ത് ഒരു ബഹുനില മന്ദിരമുണ്ട്. 20 മുറികളിൽ റേഡിയേഷനും കീമോതെറാപ്പിക്കും ഡയാലിസിസിനും വരുന്ന രോഗികളെ അവിടെ താമസിപ്പിക്കുന്നുണ്ട്. ഒരു സമയത്ത് 1000-ഓളം ആളുകൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത്രയൊന്നും ആവശ്യക്കാരില്ല. പക്ഷേ അവിടെ കിഡ്നി രോഗികളെ, ഡയാലിസിസ് രോഗികളെ നിത്യം സഹായിക്കാൻ ഏർപ്പാടുണ്ട്. എല്ലാ മാസത്തിലും
ഒരു 10-200 പേർക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യും. ഇത് തുടങ്ങിയത് അതിൻ്റെ ഫൗണ്ടർ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന ഈവാനിയോസ് തിരുമേനിക്ക് കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ഒക്കെ തുടങ്ങിയതിനെ തുടർന്നാണ്. അപ്പോ തിരുമേനിയുടെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു, ഈ കിഡ്നിയൊക്കെ പോയി രോഗത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കി എടുക്കാനൊന്നും അത്ര എളുപ്പമല്ല. നല്ലൊരു ഡോണറെ കിട്ടി കിഡ്നി മാറ്റി വെച്ചാൽ തന്നെ ശരീരം അത് തള്ളിക്കളയാതിരിക്കാൻ വിലപിടിച്ച മരുന്നുകൾ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തിരുമേനിയുടെ കാലശേഷം ഞങ്ങൾ പ്രവർത്തകരെല്ലാം കൂടി ഒരു പ്രോഗ്രാം അവിടെ ആരംഭിച്ചു. മിനാപ്പ് മാർ ഈവാനിയോസ് നെഫ്രോ അസിസ്റ്റൻസ് പ്രോഗ്രാം. മാസത്തിൽ 1-2 ദിവസം അവിടെ രജിസ്റ്റർ ചെയ്ത് ധാരാളം ആളുകൾ വരും. എവിടെന്നെങ്കിലുമൊക്കെ പണം കിട്ടും. ഡയാലിസിസ് കിറ്റും മരുന്നുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഈ ചെറുപ്പക്കാരൻ 22 വയസ്സുള്ള വർക്ക്ഷോപ്പ് തൊഴിലാളി, പാവപ്പെട്ടവൻ, അവന് നിവൃത്തിയില്ല ഇനി മുമ്പോട്ട് പോകാൻ. ആ അവസരത്തിൽ ഞങ്ങൾ കാരുണ്യനിലയം പ്രവർത്തകരെ തേടി 2-3 പേര് വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, പണം എത്ര വേണേലും പഞ്ചായത്ത് വാർഡുകളിൽ പോയി ഞങ്ങൾ പിരിച്ചു തന്നോളാം. ബാക്കി കാര്യങ്ങൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്തു തന്നാൽ മതി. ഞങ്ങൾ കാര്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയുമുണ്ട് നല്ല മനുഷ്യർ. ഈ വിക്കനായ ചെകിടനെ സഹായിക്കാനായിട്ട് ആളുകൾ വന്നു. അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു. അപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിച്ചത് നമ്മളൊക്കെ വായിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിച്ചു. അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി, അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു, തുറന്ന് വരിക. എഫാത്ത, തുറന്ന് വരിക, ബി ഓപ്പൺഡ്. അത്ഭുതകരമായിട്ട് അവന് സൗഖ്യം ലഭിച്ചു. അപ്പോ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഇതാരോടും പറയണ്ട, യാതൊരുവിധ പബ്ലിസിറ്റിയും വേണ്ട. ഇന്ന് നമ്മളൊക്കെ ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ, വ്യക്തി എന്ന നിലയിലും സംഘടനകളുടെ ലേബലിലും വല്ലതൊക്കെ ചാരിറ്റി ചെയ്താൽ അത് പത്രത്തിൽ വരണം, 4 ആൾ അറിയണം. അതാണ് നമ്മുടെയൊക്കെ താല്പര്യം. കർത്താവ് പറഞ്ഞു, ഇതേപ്പറ്റി നീ ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞാണ് അവനെയും കൂട്ടുകാരെയും ഒക്കെ പറഞ്ഞയച്ചത്. പക്ഷെ അവിടെയൊക്കെ ഈ വൃത്താന്തം വ്യാപിച്ചു. എല്ലാവരും ഈ അത്ഭുതത്തെപ്പറ്റി, അടയാളത്തെപ്പറ്റി കേൾക്കാനിടയായി എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അറമായ ഭാഷയിൽ, തൻ്റെ മാതൃഭാഷയായിരുന്ന അറമായ ഭാഷയിൽ പറഞ്ഞ ഒരു വാക്കാണ് ചിന്താവിഷയമായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എഫാത്ത, ബി ഓപ്പൺഡ്, തുറന്ന് വരിക. സുവിശേഷങ്ങൾ മാത്രമല്ല, പുതിയ നിയമ പുസ്തകങ്ങൾ മിക്കവാറും എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണെന്ന് നമ്മൾക്കറിയാം. എന്നാൽ വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പലയിടത്തും അറമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അറമൈക്ക്. പള്ളിപ്രമാണിയായിരുന്ന യായീറോസിന്റെ മകളെ ഉയർപ്പിച്ചതിനെ പറ്റി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
ബാലെ എഴുന്നേൽക്ക എന്ന് യായിറോസിന്റെ മകളോട് പറയുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചത് അറമായ വാക്കുകളാണ്. തലീത കോമി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഗതസമന പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് അബ്ബ എന്നാണ്. അറമായ വാക്കാണെന്ന് നമുക്കറിയാം. താൻ ക്രൂശീകരിക്കപ്പെട്ട വെള്ളിയാഴ്ച 9-ാം മണി നേരത്ത് പ്രാണനെ വിടുന്നതിന് തൊട്ടു മുമ്പ് അത്യുച്ചത്തിൽ നിലവിളിക്കുന്നത് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലോഹി ഏലോഹി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയപ്പെട്ടവരെ, നമ്മളുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു എംഫസിസ്, ഒരു ഊന്നൽ കൊടുക്കാൻ ഇംഗ്ലീഷിൽ 2 വാക്ക് സംസാരിച്ചെന്ന് വരും. എന്ന് പറയുന്നത് പോലെ ഗ്രീക്ക് ഭാഷയിലാണ് സുവിശേഷം എഴുതപ്പെട്ടതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കർത്താവ് സംസാരിച്ച അതേ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസ്. അങ്ങനെയുള്ള ഒരു പദമാണ് എഫാത്ത. ഇന്ന് ഈ ശാന്തരാത്രിയിൽ നമ്മളോടും യേശു കർത്താവ് പറയുകയാണ്, എഫാത്ത, തുറന്നു വരിക. തീർച്ചയായും അവൻ നെടുവീർപ്പിടുന്നുണ്ട്. വിക്കനായ ജഗിടന്റെ ദൈന്യത കണ്ടിട്ട് നെടുവീർപ്പിട്ടതുപോലെ നമ്മുടെ അവസ്ഥാവിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കർത്താവ് നെടുവേർപ്പെടുന്നുണ്ട്, സംശയമില്ല. മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ അഭിരമിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ട് അവൻ നെടുവീർപ്പെടുന്നുണ്ട്. തകരുന്ന കുടുംബ ബന്ധങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നമ്മുടെ സ്ഥിതിവിശേഷം കണ്ടിട്ട് അവൻ നെടുവീർപ്പെടുന്നുണ്ട്. കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കുന്ന നമ്മുടെ മനസ്ഥിതി കണ്ടിട്ട് അവൻ നെടുവീർപ്പെടുന്നുണ്ട്. വൃദ്ധരായ അച്ഛനമ്മമാരുടെ സ്വത്തും പണവും തട്ടിയെടുത്തിട്ട് അവരെ അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടുന്ന നമ്മൾ മക്കളുടെ ക്രൂരത കണ്ടിട്ട് അവൻ നെടുവീർപ്പിടുന്നുണ്ട്. ഇങ്ങനെ കീഴ്മേൽ മറിയുന്ന മൂല്യങ്ങളുമായി നോക്കുകുത്തികളായി നിൽക്കുന്ന സാക്ഷ്യം നഷ്ടപ്പെട്ട സഭാവിഭാഗങ്ങളെയും അതിൻ്റെ മേലാളന്മാരെയും കണ്ടിട്ട് നെടുവീർപ്പിടുന്നുണ്ട് കർത്താവ്. തീർച്ചയായും നമ്മളെ മറയ്ക്കുന്ന മറകളെയും നമ്മളെ ബന്ധിക്കുന്ന ചങ്ങലകളെയുമൊക്കെ ഉപേക്ഷിച്ച് തുറന്നു വരിക, എഫത്ത എന്ന് എന്നോടും നിങ്ങളോടും യേശു കർത്താവ് ചൊല്ലുന്ന, പറയുന്ന സമയമാണ് ഇത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്കൊരുശീൽ പാട്ടൊന്ന് പാടാം എല്ലാവരും ചേർന്ന്. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ കടന്നുവാ, തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും കടന്നുവാ, കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ.
കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ. ലോകബന്ധം കൈവെടിയും ദ്വേഷിച്ചു നിന്നെ പുറന്തള്ളും പാവനൻ തൻ സ്നേഹത്തോടെ അരികിലുണ്ട്, കടന്നുവാ, കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. വിക്കനായ ചെകിടനോട് യേശു കർത്താവ് പറഞ്ഞു, തുറന്നു വരിക. ഈ രാത്രിയിൽ നമ്മളോടുമൊക്കെ പറയുകയാണ്, തുറന്നു വരിക. 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, ഓപ്പൺ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ ചെവികൾ തുറക്കുക. നമ്മുടെ ആത്മീയ ബധിരത്വമൊക്കെ മാറ്റിവെച്ച് ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം let us open our ears. ചുറ്റുമുള്ളവൻ്റെ നിസ്സഹായതയുടെ നിലവിളി കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുകയാണ് ആത്മീയ ബധിരത്വം. ഞാൻ അവിടെ ഇല്ല, ഞാനിതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ ചെകിടുകൾ അടച്ച് വലിയ ദുരിതങ്ങളോട് പ്രതികരിക്കുന്ന നമ്മളോട് യേശു കർത്താവ് ഈ രാത്രിയിൽ ആവശ്യപ്പെടുകയാണ്, എഫത്ത, നീ തുറന്നു വരിക. നിന്റെ ആത്മീയ ബധിരത്വം പിടിച്ച കാതുകളെ എനിക്ക് തുറന്നു തരിക. ഗാർത്ത് ഹ്യൂവിറ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ വൈദികനുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്നു, വാർദ്ധക്യത്തിലെത്തി. അദ്ദേഹത്തെ കൂടുതൽ ആളുകളും അറിയുന്നത് ഒരു ഗാനരചയിതാവ്, ഗാന ശുശ്രൂഷയൊക്കെ നടത്തുന്ന നല്ലൊരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ആൽബത്തിലെ ഒരു പാട്ടുണ്ട്, നീറോ ഈസ് വാച്ചിങ് വീഡിയോ വെൻ റോം ബിഗിൻസ് ടു ബേൺ. തുടക്കത്തിൽ ക്രൈസ്തവ മത പീഡകളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നീറോ ചക്രവർത്തിയെ പറ്റി പറഞ്ഞു. AD 64 റോമാ നഗരം വെന്തുവെണ്ണീറായപ്പോ അദ്ദേഹം വീണ വായിച്ചു രസിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്ത കാര്യമാണിന്ന്. തുടക്കത്തിൽ ഈ നീറോയോട് ഇന്നത്തെ യുവതലമുറയെ താരതമ്യം ചെയ്തുകൊണ്ട് ഗാർത്ത് ഹ്യൂവിറ്റ് പാടിയിട്ടുണ്ട് വളരെ പ്രശസ്തമായ പാശ്ചാത്യ ഗാനത്തിൽ. നീറോ ഈസ് വാച്ചിങ് വീഡിയോ വെൻ റോം ബിഗിൻസ് ടു ബേൺ. നീറോ ഈസ് വെയറിംഗ് റോളർ സ്കേറ്റ്സ് സോ ഹി ക്യാൻ ക്വിക്ലി ടേൺ. നീറോ ഈസ് വെയറിംഗ് ഹെഡ്ഫോൺസ് which stretch from ear to ear. റോമാനഗരം വെന്തുവെണ്ണീറാകുമ്പോൾ ഇതൊന്നും എനിക്ക് കാണേണ്ട അറിയേണ്ട എന്നുള്ള മട്ടിൽ
റോളർ സ്കേറ്റ് ധരിച്ച് തെന്നി തെന്നി വട്ടം കറങ്ങുകയാണ് നീറോ. നീറോയുടെ 2 ചെവികളിലും ഘടിപ്പിച്ചിട്ടുണ്ട് ഹെഡ്ഫോൺസ്. അതുകൊണ്ട് മറ്റൊന്നും അവന് കേൾക്കേണ്ടതില്ല. ഇന്നത്തെ ട്രെയിനുകളിലും വിമാനങ്ങളിലും ബസ്സുകളിലുമൊക്കെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. പണ്ടൊക്കെ ഇന്ത്യക്കാരെ പറ്റി പറയുമായിരുന്നു, ഇന്ത്യൻസ് ആർ എ വെരി നോയ്സി പീപ്പിൾ. തമിഴ്നാട്ടിലൊക്കെ പണ്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വർത്തമാനത്തിൻ്റെ ആരവം കേട്ടിട്ട് നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് അതെല്ലാം മാറി. എല്ലായിടത്തും, ഏത് ട്രെയിനിലും ഏത് ബസ്സിലും ഏത് വിമാനത്തിലും നിങ്ങൾ നോക്കിക്കോ, ഒന്ന് പരസ്പരം അടുത്തിരിക്കുന്നവനുമായിട്ടൊന്നും ഉരിയാടില്ല. എല്ലാവരുടെയും ചെവി തള്ളിക്കയറ്റി വെച്ചിരിക്കുകയാണ് ഹെഡ്ഫോണിന്റെ സാമഗ്രികൾ. ചുറ്റും നടക്കുന്നതൊന്നും അറിയണ്ട. അങ്ങനെയുള്ള നമ്മളോടാണ് ഈ രാത്രിയിൽ യേശു കർത്താവ് പറയുന്നത്, ഓപ്പൺ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ ചുറ്റും ഒത്തിരി രോദനങ്ങളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുടെ ആഴക്കടലുകളുണ്ട്. ഒന്ന് കേൾക്കണം. ഈയിടെ ഒരു നേഴ്സാകാൻ ആഗ്രഹിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് വാതിലുകളിൽ മുട്ടിയിട്ട് തുറക്കപ്പെടാഞ്ഞ് 2 കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ട്രെയിനിന്റെ മുമ്പിൽ ജീവൻ ഒടുക്കിയ നേഴ്സിനെ പറ്റി വായിച്ച് നമ്മളൊക്കെ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ ശബ്ദം നമ്മൾ കേൾക്കണം. ചെവികൾ തുറന്നു വെക്കണം. എഫാത്ത. 2, ഓപ്പൺ യുവർ ഹാർട്ട്സ്. നോയമ്പ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുഴിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ഒത്തിരി ഒത്തിരി കൗശലങ്ങളും കൗടില്യങ്ങളും ഉപായങ്ങളും പാപങ്ങളുമെല്ലാം അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് നോക്കി അതിനെയൊക്കെ ഒന്ന് പുറന്തള്ളാനുള്ള സമയം കൂടിയാണ് നോയമ്പ്. 50 കൊല്ലം മുമ്പ് ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കോട്ടയം MD സെമിനാരി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് രാവിലെ പോകുമ്പോൾ വാതുക്ക നിന്ന് ഒരു പെന്തിക്കോസ്ത് പാസ്റ്റർ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഒരു ട്രാക്റ്റ്. തമ്പിയുടെ ഹൃദയം എന്ന പേരിൽ ഒരു ട്രാക്റ്റ് 50 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ ഇപ്പോഴും ഓർക്കുക. 2 പടങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തമ്പിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവന്റെ ഹൃദയം എന്തായിരുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. പാമ്പും അട്ടയും പഴുതാരയും കൃമികീടങ്ങളും എല്ലാം ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് യേശു കർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തമ്പിയുടെ ഹൃദയം എന്തായിരുന്നു എന്ന് നടുക്കൊരു മാടപ്രാവിരിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് പ്രകാശരശ്മികൾ പോകുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു കിരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നോയമ്പിൽ ഈ നമ്മുടെ ഹൃദയങ്ങളിലുള്ള കാലുഷ്യവും നിന്ദയും കൊള്ളരുതായ്മകളും എല്ലാം പുറത്തോട്ട് കളഞ്ഞിട്ട് തമ്പിയുടെ ഹൃദയം പോലെ യേശു കർത്താവ് വരുന്ന കഴിഞ്ഞിട്ടുള്ള തമ്പിയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങളെ ആക്കിയെടുക്കാനുള്ള അവസരമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നോയമ്പിനെ കാണേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുഴിഞ്ഞു നോക്കണം. എന്തെല്ലാം പാപമാലിന്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിലേക്ക് അനുതാപത്തോടെ നോക്കാൻ ആദിമ പിതാക്കന്മാരിൽ ആരോടോ ഒരു വിശ്വാസി ചോദിച്ചതായിട്ട് വായിച്ചിട്ടുണ്ട്. യോനയുടെ പുസ്തകം 3 വാക്കുകളിൽ സംഗ്രഹിച്ചു പറയാമോ എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. 3 വാക്കുകളിൽ: സിൻ, റിപ്പൻറ്റൻസ്,
forgiveness. പാപം, അനുതാപം, ക്ഷമ. യോനയുടെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കിയാൽ ഈ 3 കാര്യങ്ങളാണുള്ളത്: പാപം, അനുതാപം, ക്ഷമ. അനുതപിക്കാനുള്ള സമയമാണ്. മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. അങ്ങനെയുള്ള മാനസാന്തരത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഈ നോയമ്പിനെ മാറ്റിയെടുക്കുവാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3, ഓപ്പൺ യുവർ മൗത്ത്സ്. നമുക്ക് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാവുകൾ തുറക്കണം, വായകൾ തുറക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അർഹിക്കുന്നതിലുപരിയായി ചൊരിഞ്ഞു തന്ന ആ നന്മകളെ എല്ലാം ഓർത്ത്, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുവോന സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുവോന സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊര നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്കൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം പ്രിയപ്പെട്ടവരെ. മരണത്തിൻ്റെ താഴ്വരകളിൽ നിന്ന്, കഠിനങ്ങളായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പറയാൻ പാടില്ലാത്ത അനുഭവങ്ങളിൽ നിന്നൊക്കെ കയ്യിൽ കോരിയെടുത്ത് നടത്തിയ ദൈവം തമ്പുരാനെ പ്രകീർത്തിക്കാൻ നാവുകൾ തുറക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് നേരെയില്ല. ഇത്രയധികം വാഴ്വുകളും അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ പോറ്റിപ്പുലർത്തുന്ന ദൈവത്തെ ഓർത്ത് ഒന്ന് നേരെ ചൊവ്വെ പ്രാർത്ഥിക്കാൻ പോലും എനിക്കും നിങ്ങൾക്കും സമയമില്ല, അല്ലെങ്കിൽ മനസ്സില്ല. പ്രസിദ്ധമായ ഫോസ്റ്റ് നാടകത്തിൽ കൊള്ളരുതാത്ത ജാലവിദ്യകളിലേക്കൊക്കെ വീണ് കഴിഞ്ഞ് ഡോക്ടർ ഫോസ്റ്റസ് പറയുന്ന ഒരു പ്രസ്താവമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം മുകളിലോട്ടൊന്നും ഉയരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കണമെന്നുമില്ല. TV-യിൽ നല്ല നല്ല സീരിയലുകൾ വന്നപ്പോൾ പ്രാർത്ഥന ലോപിച്ചു പോയി. ഇന്ന് മൊബൈലിൽ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളപ്പോൾ, റീൽസും വീഡിയോയും അതും ഇതുമൊക്കെ ഉള്ളപ്പോൾ, അതിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇത്രയോളം നന്മകൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ ഒന്നോർത്ത് നല്ല രീതിയിൽ ഒരു നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ല, മനസ്സൊരുക്കമില്ല എന്നുള്ളതാണ് വളരെ വളരെ ഖേദകരമായ കാര്യം. നിങ്ങളെല്ലാവരും തന്നെ T.S. എലിയട്ടിനെ പറ്റി കേട്ടിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ കവി. ലോകമെമ്പാടുമുള്ള ആരോട് ചോദിച്ചാലും പറയും T.S. എലിയട്ട്. മോഡേണിസം, ആധുനിക കാലം തുടങ്ങുന്നത് തന്നെ സാഹിത്യത്തിൽ അദ്ദേഹത്തോടൊപ്പമാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ
ദ വേസ്റ്റ് ലാൻഡ്, ഊഷരഭൂമി എന്ന ആ കാവ്യത്തെ പറ്റി കേൾക്കാത്തവരില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒന്ന് ഉദ്ധരിക്കാൻ പോകുന്നത് വേസ്റ്റ് ലാൻഡ് അല്ല. അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിതയുണ്ട്, വെയർ ദ വേസ്റ്റ് ലാൻഡ് എൻഡ്സ്, ഊഷരഭൂമി അവസാനിക്കുന്നിടത്ത്. ആ കവിതയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്, അൺലെസ് ദി ഐ ക്യാച്ച് ഫയർ the God will not be seen. Unless the ear catch fire, the God will not be heard. Unless the tongue catch fire, the God will not be named. Unless the mind catch fire, the God will not be known. Unless the heart catch fire, the God will not be loved. നമ്മുടെ കണ്ണിന് തീ പിടിച്ചെങ്കിലല്ലാതെ ദൈവത്തെ നാം കാണില്ല. നമ്മുടെ കാതുകൾക്ക് തീ പിടിച്ചെങ്കിലല്ലാതെ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കില്ല. നമ്മുടെ നാവുകൾക്ക് തീ പിടിച്ചെങ്കിലല്ലാതെ ദൈവത്തിൻ്റെ നാമം നാം ഉരുവിടില്ല. നമ്മുടെ മനസ്സുകൾക്ക് തീ പിടിച്ചെങ്കിലല്ലാതെ ദൈവത്തെ നാം അറിയില്ല. നമ്മുടെ ഹൃദയങ്ങൾക്ക് തീ പിടിച്ചെങ്കിലല്ലാതെ ദൈവത്തെ നാം സ്നേഹിക്കില്ല. ഒരു ഉരുൾപൊട്ടൽ വരുമ്പോൾ, ഒരു പ്രകൃതിക്ഷോഭം വരുമ്പോൾ, ഒരു കോവിഡ് മഹാമാരി വരുമ്പോൾ, നമ്മുടെ പിടിയിലെങ്ങും നിൽക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ, അപ്പോ ദൈവമേ ദൈവമേ എന്ന് വിളിക്കാൻ ഞാനും നിങ്ങളും മുന്നിലുണ്ടാവും. ടെമ്പസ്റ്റ് നാടകം ഒത്തിരി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ടെമ്പസ്റ്റ് നാടകം തുടങ്ങുമ്പോൾ കടലിൽ വലിയ ഒരു കോളിളക്കമാണ്. കപ്പൽ മുങ്ങിമറിയാൻ തുടങ്ങുന്നു. കപ്പിത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ബോസൻ വിസിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. പായ മടക്കി വെക്കുന്നു. നങ്കൂരമിടാൻ നോക്കുന്നു. പക്ഷേ കടലടങ്ങുന്നില്ല. കപ്പല് ആടി ഉലയുമ്പോ അവസാനം കപ്പിത്താൻ കപ്പലിന്റെ ഡെക്കിലേക്ക് ഓടിക്കയറി രണ്ട് കൈയും നിവർത്തി പറയുന്ന ഒരു വാചകമുണ്ട് ടെമ്പസ്റ്റ് നാടകത്തിൽ, ഓൾ ഈസ് ലോസ്റ്റ് ടു പ്രയേഴ്സ്, ടു പ്രയേഴ്സ്. എല്ലാം കഴിഞ്ഞു, എല്ലാം കുഴഞ്ഞു, ഇനി പ്രാർത്ഥന മാത്രം ശരണം. പ്രിയപ്പെട്ടവരെ, എല്ലാം കഴിയാൻ, എല്ലാം കുഴയാൻ നോക്കി നിൽക്കരുത്. ഹൃദയങ്ങൾ തുറക്കണം. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന സകല അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എഫാത്ത, നമ്മുടെ കാതുകൾ തുറക്കണം, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കണം, നമ്മുടെ വായകൾ തുറക്കണം. അതിനൊക്കെ ഈ നോയമ്പ് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെന്റ് അഗസ്റ്റിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, എ സിംഗിൾ ടിയർ ഷെഡ് അറ്റ് ദ റിമെംബ്രൻസ് ഓഫ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഈസ് വർത്ത് മോർ ദാൻ എ പിൽഗ്രിമേജ് ടു ജെറുസലേം ഓർ എ ഹോൾ ഇയർ ഓഫ് ഫാസ്റ്റിംഗ് ഓൺ ബ്രെഡ് ആൻഡ് വാട്ടർ. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ വിശുദ്ധ നാടുകളിലേക്ക് ഒരു തീർത്ഥാടനം പോകുന്നതിനേക്കാളും ഒരു വർഷം മുഴുവൻ പച്ചവെള്ളവും ഉണക്കറൊട്ടിയും മാത്രം കഴിച്ച് ഉപവസിച്ച് ജീവിക്കുന്നതിനേക്കാളും അനുഗ്രഹീതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ വിശുദ്ധ നാടുകളിലേക്കൊരു തീർത്ഥാടനം പോകുന്നതിനേക്കാളും ഒരു വർഷം മുഴുവൻ പച്ചവെള്ളവും ഉണക്കറൊട്ടിയും മാത്രം കഴിച്ച് ഉപവസിച്ച് ജീവിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടമായ അനുഭവമാണെന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് വളരാൻ ഈ നോയമ്പും അതിൻ്റെ അനുഷ്ഠാനവും എന്നെയും നിങ്ങളെയും സജ്ജീകരിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.